കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന തിരുവനന്തപുരത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നീതുവിനെ പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ? ശസ്ത്രക്രിയാ പിഴവ് നേരിട്ട നീതുവിന് മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതിയില്ല. ശസ്ത്രക്രിയയിൽ കോസ്മെറ്റിക് ക്ലിനിക്കിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ട് പോലീസിന് കൈമാറിയതോടെ കേസ് അന്വേഷണം അവസാനിപ്പിക്കാനാണ് സാധ്യത. എന്നാൽ നീതുവിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. അണുബാധ വയറിലേക്ക് ബാധിച്ചതുമൂലം വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് നീതു. ആ വാർത്ത കണ്ടുവരാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതിയുടെ കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും തുടരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. അതിനിടയിലും കുടുംബം നിയമപോരാട്ടം നടത്തുന്നു. എന്നിട്ടും നീതുവിന് നീതി ലഭിച്ചോ? ഇല്ലെന്നു മാത്രമാണ് ഉത്തരം. കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് നീതു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. അടിവയറിലെ കൊഴുപ്പ് നീക്കലിനായിരുന്നു ശസ്ത്രക്രിയ. ശേഷമുണ്ടായ അണുബാധയിൽ കൈകാലുകളിലെ 9 വിരലുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. ആന്തരിക അവയവങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇപ്പോഴും പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് യുവതി എത്തിയിട്ടില്ല. ഇപ്പം വയറിൽ ചെറിയ പ്രശ്നമുണ്ട്, ഹെർണിയയുടെ ഇത് വന്നിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴും ചികിത്സയിലാണ്. പിന്നെ നേരത്തെ ഇപ്പോൾ 1 മാസത്തിന് മുമ്പേ വിരൽ മുറിച്ച ആ വിരലുകളിൽ എല്ല് പുറത്തു വന്ന് വീണ്ടും 3 എല്ല് കട്ട് ചെയ്യേണ്ടി വന്നു. ഡോക്ടർമാരങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോ പ്രശ്നം ഇപ്പോൾ കണ്ടില്ലേ, വയറ്റിലെ പ്രശ്നം വന്നു. ഇനി ഭാവിയിൽ എന്ത് പ്രശ്നം വരുമെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ തന്നെ ആർക്കും ഇങ്ങനെ നടന്നിട്ടില്ല. ഇത് ആദ്യത്തെ ഒരു കുട്ടിയാണ്. എന്നാൽ സംസ്ഥാനതല വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സങ്കീർണമായ മെഡിക്കൽ സാഹചര്യം എന്ന് മാത്രമാണ് കണ്ടെത്തൽ. കോസ്മെറ്റിക് ക്ലിനിക്കിന് മറ്റു പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ല. ക്രിമിനൽ കുറ്റം നിലനിൽക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇത് തങ്ങളോടുള്ള നീതി നിഷേധമെന്നാണ് നീതുവിന്റെ പിതാവിന്റെ പ്രതികരണം. ഈ ഓരോ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും മന്ത്രിയുടെ അടുത്ത് ചെന്നാലും ഞങ്ങൾക്ക് നീതി കിട്ടുന്ന രീതി ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നീതി കിട്ടില്ലെന്ന്. അതുമാത്രമല്ല, ആദ്യം തുടക്കത്തിൽ ഹോസ്പിറ്റലിൽ മോള് കിടക്കുമ്പോൾ ഈ ബിബിലാഷ്, അതിൻ്റെ ഓണർ ബിബിലാഷ് മോനുമായിട്ട് സംസാരിച്ചു. ഞാനൊരു 10 ലക്ഷം രൂപ കൊടുക്കാം. അന്ന് 30 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞ അച്ഛനുമായിട്ട് സംസാരിക്കാമെന്ന്. അങ്ങനെ ഞാനും പുള്ളിയായിട്ട് സംസാരിക്കുകയാണ്, മകനുമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു 30 ലക്ഷം രൂപ അടയ്ക്കാം. അപ്പം നമ്മൾ വിചാരിച്ച് ഇത്രയും സാമ്പത്തികമായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കാനായിരിക്കുന്നു. പക്ഷേ പുള്ളി ഉടൻ തന്നെ പറയുകയാണ്, നിങ്ങൾ കേസിന് പോകരുത്. അപ്പോൾ അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു വിരലുകളും. അപ്പോൾ ഞാൻ പറഞ്ഞു വിരലുകളൊക്കെ മുറിക്കുമ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെടില്ലേ, കേസിന് പോകാതിരുന്നാൽ എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞതാണ്, ഡോക്ടറിനെതിരെ കേസിന് പോയാൽ നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾക്ക് നീതി കിട്ടില്ല. അപ്പോൾ നീതി കിട്ടില്ല. അപ്പോൾ നീതി അങ്ങനെയല്ല, അത് ഡോക്ടറിൻ്റെ ചികിത്സാ പിഴവില്ല എന്ന് പുള്ളി പ്രഖ്യാപിച്ചു. ശസ്ത്രക്രിയാ പിഴവ് നടന്നെന്ന മൊഴിയിൽ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ തുമ്പ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ പിഴവില്ലെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് വന്നതോടെ ഡോക്ടർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല. കഴിഞ്ഞ 9 മാസങ്ങളായി കുടുംബത്തിൽ നിന്ന് നീതുവിന്റെ ചികിത്സയ്ക്കായി മാത്രം ചിലവായതും ലക്ഷങ്ങളാണ്. ഡോക്ടറുടെയും സഹപ്രവർത്തകരുടെയും ഗൂഢാലോചനയാണ് ക്ലീൻ ചീറ്റ് നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിന് പിന്നിലെന്നാണ് നീതുവിന്റെയും പ്രതികരണം. അതേസമയം ശസ്ത്രക്രിയാ പിഴവുണ്ടെന്ന് കാണിച്ച് കുടുംബം നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നീതി വേണമെന്ന് ആവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളാകുന്നു. വിദഗ്ധ സമിതി റിപ്പോർട്ട് വരെ അനുകൂലമല്ല. പക്ഷേ ഈ കുടുംബം പോരാട്ടം തുടരുകയാണ്. ആർക്കും ഈ ഗതി വരുത്തരുതെന്ന് ആവർത്തിക്കുകയാണ്. ക്യാമറമാൻ സന്തോഷ് ചേകവരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.